കുട്ടീസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം മിസ്സാണ്. ഓക്കെ, മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് അറിയാം. അപ്പം നമ്മൾ എക്സാമിൽ സിലബസ് മാറിയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ മക്കളെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ട അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്. വേഗം ഒന്ന് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, പിക്ചറും ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ ഒന്ന് വേഗം വായിച്ചു നോക്കിക്കേടാ. സമചതുരാകൃതിയിലുള്ള സ്ഥലത്തിന്റെ പരപ്പളവ് എത്രയാണ്? അപ്പൊ നിങ്ങൾ ഇതിൻ്റെ അകത്തൊരു സ്ക്വയർ മോഡൽ ഒരു ഷേപ്പ് കണ്ടിട്ടുണ്ടാവും. അതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്രയാണെന്ന് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, കണ്ടെത്തണം. കഴിഞ്ഞില്ല, ഒരു ചോദ്യം ഉണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ പ്ലോട്ട്? അപ്പൊ ഇത് തന്നിരിക്കുന്നത് ഒരു പുരയിടത്തിന്റെ ഒരു ഏകദേശം സ്ഥലമാണ് എന്ന് നിങ്ങൾ വിചാരിക്കാം. അതിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഭാഗവും കാണാം, അല്ലാതെ മറ്റൊരു സെക്ഷൻ കൂടെ കാണാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് അളവുകൾ തന്നിട്ടുണ്ട്. ആകെ അളവ് തന്നത് 3 സൈഡുകൾ മാത്രമാണ് അല്ലേ. നോക്കിക്കേടാ, ഇവിടെ നിങ്ങൾക്കൊരു ക്വാഡ്രിലാറ്ററൽ കാണാം. ആ ക്വാഡ്രിലാറ്ററലിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 സ്ഥലത്തുള്ള സൈഡുകൾ മാത്രം തന്നിട്ടുണ്ട്. എത്രയാ? 4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ. ഇനി ആ സ്ക്വയറിൻ്റെ ഏരിയ ഞാൻ കണ്ടുപിടിക്കണമെങ്കിൽ ആ സ്ക്വയറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡെങ്കിലും നമുക്ക് തരേണ്ടിയിരുന്നു അല്ലേ. പക്ഷെ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ തന്നിട്ടില്ലാത്ത പക്ഷെ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു സൈഡ് നമ്മൾ കണ്ടുപിടിക്കുക? യെസ്, ഈ ഒരു സൈഡ് കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് സ്ക്വയറിൻ്റെ ഏരിയ കാണാമായിരുന്നു. സോ ഞാൻ ആ പിക്ചറിനെ ഒന്ന് ചെറിയ രീതിയിൽ മാറ്റി വരയ്ക്കാൻ പോവാണ്. മാറ്റി വരയ്ക്കുന്ന സമയത്ത് എൻ്റെ മക്കളെ ശ്രദ്ധിക്കണം, ഏത് രീതിയിലാണ് ആ പിക്ചറിനെ ഞാൻ മാറ്റി വരയ്ക്കുന്നത്. ഇനി നോക്കിക്കേ, എനിക്കിവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുകയായിരുന്നെങ്കിൽ അല്ലേ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ ഏറ്റവും വലിയ വശം അല്ലേ, ഏറ്റവും വലിയ സൈഡായിട്ടുള്ള ഹൈപ്പോട്ടനസ് കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് കിട്ടുമായിരുന്നു. ഞാനിതിനെ ഇങ്ങനെ ഒന്ന് മാറ്റി ഇവിടെ ഒരു ലൈന് വരച്ചാൽ എനിക്കിവിടെ ഒരു എന്ത് കിട്ടിയടാ, റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. ഇട്ടുവേ, ഇത് മാറ്റി വരച്ചിട്ടുള്ള ഒരു ഫോമാണ്. ഇത് എവിടെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുക. ആ ബോർഡിൽ നിങ്ങൾ കണ്ടോ, അത് ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട് അല്ലേ. ഇനി ആ ലൈൻ വരച്ചതിന് ശേഷം അവിടെയുള്ള സൈഡിനുണ്ടാവുന്ന മാറ്റം നോക്കണേ. ഇത് ആദ്യം ഇവിടെ 6 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ഇത് ഇവിടെയുള്ള ആകെയുള്ള 6 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു ലൈൻ വരച്ചപ്പം അത് കട്ട് ചെയ്തു അല്ലേ. ഇത് ഇവിടുന്ന് ഇവിടെ വരെ 3 സെൻറ്റിമീറ്റർ ആണ്. സോ ഇവിടുന്ന് ഇവിടെ വരെയും എത്ര തന്നെ വരും? 3 സെൻറ്റിമീറ്റർ തന്നെ വരും. ഇത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഓഫ് കോഴ്സ് ഇതും എന്തായിരിക്കും? 3 സെൻറ്റിമീറ്റർ. കാരണം ടോട്ടൽ ഇതിനുള്ളിൽ ആകെ നീളം 6 ആണെങ്കിൽ ഇത് ഇവിടുന്ന് ഇവിടെ വരെ 3 സെൻറ്റിമീറ്റർ തന്നു. അപ്പോൾ 6ന്ന് 3 കഴിച്ചാൽ ബാക്കി എത്ര വരും? ഇവിടെ 3 സെൻറ്റിമീറ്റർ എന്ന് വരും. ഓക്കെ അല്ലേ. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ലൈനിൻ്റെ നിങ്ങൾ എത്രയായിരിക്കും വരിക? നമ്മൾ പുതുതായിട്ട് വരച്ച ആ ഉള്ളിൽ വരച്ച ലൈൻ അത് 4 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. താഴെയുള്ള അതേ ലെങ്ത് തന്നെയല്ലേ. അപ്പോൾ അത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്ത് കിട്ടി? ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉള്ളിൽ കിട്ടി. റൈറ്റ് ട്രയാങ്കിൾ എവിടെ കിട്ടിയാലും നിങ്ങൾക്ക് എന്ത് അപ്ലൈ ചെയ്യാം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തൂടെ? ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏറ്റവും വലിയ സൈഡായിട്ടുള്ള കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടനസ് ഇവിടെ അറിയില്ല അല്ലേ. അപ്പോൾ ഈ ഒരു സൈഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൊടുക്കുക. അപ്പോൾ എന്തായിരുന്നു പൈതഗോറസിൻ്റെ ഇക്വേഷൻ? ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ സ്ക്വയറും ഹൈറ്റിൻ്റെ സ്ക്വയറും കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ, ബേസ് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ അല്ലേ. ഇപ്പോൾ 4 സ്ക്വയർ പ്ലസ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഹൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് എത്ര വരും ഇവിടെ? 3 സെൻറ്റിമീറ്റർ. ദെൻ ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്ന് പറയുന്നത് 16ഉം 9ഉം കൂടെ കൂട്ടുന്നതായിരിക്കും അല്ലേ. അപ്പോൾ 16 9ഉം കൂട്ടിയാൽ എത്ര വരും? 25. അപ്പം നമുക്ക് ഇപ്പം കിട്ടിയത് ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയറാണ്. അപ്പം നമുക്ക് കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഈ സ്ക്വയർ നേരെ ഇങ്ങോട്ട് പോയാൽ റൂട്ട് 25 എന്നാവും അല്ലേ. റൂട്ട് 25 എത്രയാടാ? 5 സെൻറ്റിമീറ്റർ. 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ അതിൽ ഒരു സൈഡ് ഈ ഒരു വശം 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. സോ സ്ക്വയറിൻ്റെ ഒരു സൈഡ് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അടുത്ത ഓരോ സൈഡും എത്ര തന്നെയായിരിക്കും? 5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് തന്നെ ആയിരിക്കും. സോ ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിച്ചോടെ. ഇനി എനിക്ക് സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ. ഒരു സൈഡും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. സോ സൈഡ് ഇൻറ്റു സൈഡാണ് സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 5 25 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇവിടെ സെൻറ്റിമീറ്റർ ആയിരിക്കില്ല, പുരയിടം ആയതുകൊണ്ട് അത് മീറ്ററിലായിരിക്കണം അധികം അളവ് കൊടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ. സോ മീറ്റർ സ്ക്വയർ. ഓക്കെ അല്ലേ. ഇത് എളുപ്പത്തിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റി? പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് ആ സ്ക്വയറിൻ്റെ ഒരു സൈഡ് കണ്ടുപിടിക്കാൻ പറ്റി. ആ സൈഡ് കണ്ടുപിടിച്ചതിലൂടെ നമുക്ക് എന്താക്കി? സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റി. ചോദിച്ച ചോദ്യം എന്താടാ? ടോട്ടൽ ഏരിയ അല്ലേ. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഇത് മീറ്റർ ആക്കിയ സ്ഥിതിക്ക് ഇതൊക്കെ എന്താക്കാം? നമുക്ക് മീറ്റർ ആക്കാം കേട്ടോ. മീറ്റർ
മീറ്റർ. ഓക്കെ, എല്ലാ യൂണിറ്റും ഒരുപോലെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്തായാലും സ്ക്വയറിൻ്റെ ഏരിയ കിട്ടി. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് ഒരു കുഞ്ഞ് ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അതുപോലെ ഇവിടെ എന്തുണ്ട്? ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും കൂടെ കണ്ടുപിടിച്ച് 3 കൂടെ ആഡ് ചെയ്താൽ മതി. സോ സ്ക്വയർ കിട്ടി എത്രയാണ്? 25. അടുത്തത് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് അല്ലേ, ഹാഫ് ബി എച്ച്, അര ഇൻറ്റു പാദം ഇൻറ്റു ഉന്നതി. അപ്പോൾ അവിടെ ബേസ് എത്രയാ? 4, ഹൈറ്റ് എത്രയാണ്? 3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മളെ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സോ ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 3. എടാ 4ൽ 2 എത്ര തവണ പോകും? 2 തവണ അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 6 മീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ട്രയാങ്കിളിൻ്റെ ഏരിയയും കിട്ടി. ഇനി നമുക്ക് ആകെ കാണാനുള്ളത് ആരുടെ ഏരിയ ആണ്? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിച്ചൂടെ? എളുപ്പമല്ലേ? ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് എന്ത്? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. L ഇൻറ്റു ബി എന്ത് വരും? 4 ഇൻറ്റു 3 എത്ര വരും? 12 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ടാവും. സോ ഈ 3 എണ്ണം ഏതൊക്കെയാണ്? നമ്മളെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും ട്രയാങ്കിളിൻ്റെ ഏരിയയും അതുപോലെ സ്ക്വയറിൻ്റെ ഏരിയയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ടോട്ടൽ ഏരിയ എത്രയാണെന്നുള്ളത് നിങ്ങൾ തന്നെ നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. സോ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.